വേണേ എണീച്ച് വന്ന ഈ പാത്രങ്ങൾ കഴുകിത്താ. രാവിലെ ഒന്നും ചെയ്യൂല, എല്ലാം റെഡി ആകുമ്പം കൈ കഴുകി അങ്ങ് വന്നോളും. കറി റെഡിയായി, എനിക്ക് അവതരിക്കാൻ സമയമായി. ഇന്ന് കഴിക്കാൻ എന്തൊക്കെയാ അമ്മ? ഓ, ചോറും മീൻകറിയും വെഴുക്ക്. ഷോ, എല്ലാം കൂടെ അമ്മ എന്തിനാ ഒറ്റയ്ക്ക് വെച്ചാ? വെഴുക്ക് ഞാൻ വെക്കായിരുന്നില്ലേ? അയ്യോ മക്കളെ വിഷമിക്കണ്ട, ഇന്ന് വിഴുക്ക് വെക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വെച്ചിട്ടില്ല, മക്കൾ തന്നെ വെച്ചാ മതി. അത് കഴിഞ്ഞിട്ട് ക്യാരറ്റ് കൂടെ അരിഞ്ഞു വൈ, ഒരു തോരൻ വെക്കാനുണ്ട്. എനിക്കിന്ന് വിഴുക്ക് മാത്രം മതി അമ്മേ. പക്ഷെ എനിക്ക് ഇന്ന് ക്യാരറ്റ് തോരൻ വേണം മോളെ. അരമണിക്കൂർ കഴിഞ്ഞു വന്നാൽ മതിയായിരുന്നു. കാലത്തെ പച്ചക്കറി അരിയുകയായിരിക്കും. അല്ല, ഞാൻ പൂച്ചയ്ക്ക് പുല്ല് പറിക്കണേ. എന്തേ? കലിപ്പ് കലിപ്പ്. മക്കളെ, അരിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒരു ലെവലിൽ പിടിച്ചരിയണം, ഇല്ലെങ്കിൽ പലതും പല സൈസായി പോകും. എങ്ങനെയാണ് തിന്നാ പോരെ? ഒന്നുമില്ലെങ്കിൽ നിന്നേക്കാൾ 4-5 ഓണം കൂടുതലുണ്ടേ അല്ലേ ഞാൻ. അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ അങ്ങോട്ട് കേട്ടാൽ മതി. ഇന്ന് എന്തൊക്കെയാ കഴിക്കാൻ? ചോറും മീൻകറിയും വെഴുക്കും തോരൻ. ഓക്കെ, മീൻകറി എങ്ങനെ വെച്ചത്? ചട്ടിയില്. അതല്ല, പുളിമുളക് വെച്ചോ അതോ തേങ്ങ ഇട്ട് വെച്ചോ അതോ തേങ്ങ വറുത്തരച്ച് വെച്ചോന്ന്? പുളിമുളക് ഇട്ട് വെച്ച്. ഉള്ള മുളക് പൊടിയും പുളിയൊക്കെ ഞവിടെ ആ കറിയുടെ പവിത്രത കളയാതെ കുറച്ച് കറിവേപ്പിലയും തേങ്ങാപ്പാലും പിഴിഞ്ഞു വെച്ച് ഗ്രീനിഷ് യെല്ലോയിഷ് ഗോൾഡ് ഫിഷ് കളറിലാക്കി കഴിഞ്ഞാൽ കറി എങ്ങനെ ഉണ്ടാവും? നന്നായിരിക്കും. തേങ്ങ ഇല്ലാതെ വെച്ച് കഴിഞ്ഞാലും കറി നന്നായിരിക്കും കേട്ടോ. അയ്യോ, കറിയുടെ പവിത്രത പോവില്ലേ? പവിത്രത കുറച്ച് കുറഞ്ഞാലും വലിയ കുഴപ്പമില്ല. സാറില്ല, അങ്ങോട്ട് തിരുവണം. എന്ത് ഇത്? അതെ, ഈ തേങ്ങ തിരുവിട്ട് ശരിയാവണില്ല. വേറെ കംപ്ലൈന്റ് ഇല്ലാത്ത തേങ്ങ ഉണ്ടാവൂ? എടാ ചെറുക്ക, നടുക്കനെ കുളം തോണ്ടി തിരുവാതെ ഒരു അറ്റത്തിന് തിരുവിക്കൊണ്ട് വാ. അതിന് അറ്റത്തും തിരുവണത്? എവിടെന്നാലും തിരുവിയാ പോരെ? ഓനെ, നീ ഉണ്ട് 4-5 ഓണത്തിന് ചോറ് വിളമ്പി തന്ന് ഞാനല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു നീ അങ്ങോട്ട് കേട്ടാ മതി. ഇനി മക്കൾക്ക് എന്തെങ്കിലും വേണോ? ഏയ് വേണ്ടമ്മേ, ഞങ്ങൾ സന്തുഷ്ടരാണ്.